ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധം ആസൂത്രിത യുദ്ധതന്ത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി സെപ്റ്റംബർ 15 വരെ നീട്ടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ലോകാരോഗ്യ അസംബ്ലിയിൽ ആവർത്തിച്ച് ഇന്ത്യ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗിന് സ്വർണം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ക്വാളിഫയർ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധം ആസൂത്രിത യുദ്ധതന്ത്രമാണെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലപ്പെട്ട തീവ്രവാദികൾക്ക് സർക്കാർ ബഹുമതികൾ നൽകിയതുൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തെളിവാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आतंकवादियों के जनाजे निकले, उस जनाजे को स्टेट ऑनर दिया गया पाकिस्तान में. उनके कॉफिन पे पाकिस्तान के झंडे लगाए गए. उनकी सेना ने उनको सैल्यूट दी. ये सिद्ध करता है ये आपकी सोची समझी युद्ध की रणनीति है. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ മോഡലിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. ആഭ്യന്തര എയ്റോസ്പേസ് വ്യാവസായിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. എയ്റോസ്പേസ് മേഖലയിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിന് തദ്ദേശീയ വൈദഗ്ധ്യം, ശേഷി എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സ്ലൊവേനിയയിൽ നിന്നും ഗ്രീസിലെത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്ലൊവാനിയൻ ഭരണകൂടത്തിന് വ്യക്തമായ ധാരണയുണ്ടെന്നും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സ്ലൊവേനിയ പൂർണ്ണ പിന്തുണ അറിയിച്ചതായും കനിമൊഴി MP പറഞ്ഞു. It's been a very positive visit to Slovenia, and the opinion makers and the lawmakers here have a very deep understanding of the problems India has been facing with terrorism. And we go back with the reassured promise that Slovenia stands with India in fighting against terrorism. ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചത് അടുത്ത മാസം 19 വരെ തുടരുമെന്ന് എയർ ഇന്ത്യ. മെയ് 4-നുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഈ തീരുമാനം. യമനിൽ നിന്ന് ഹൂതി ഭീകരർ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ തടയുന്നതിൽ ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ടെൽ അവീവിലേക്കുള്ള മിക്ക വിമാന സർവീസുകളും വിദേശ വിമാന കമ്പനികൾ റദ്ദാക്കിയിട്ടുണ്ട്. മെയ് 25 വരെ നിർത്തിവെച്ച സർവീസുകളാണ് എയർ ഇന്ത്യ അടുത്ത മാസം 19 വരെ നീട്ടിയിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി സെപ്റ്റംബർ 15 വരെ നീട്ടി. സാധാരണ ജൂലൈ 31 അവസാനിക്കുന്ന സമയപരിധിയാണ് ഇത്തവണ ഓൺലൈൻ സൌകര്യം തുറക്കുന്നതിന് മുൻപ് നീട്ടിയത്. IT റിട്ടേൺ ഫോം, ഓൺലൈൻ സംവിധാനം എന്നിവയിൽ മാറ്റങ്ങൾ, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള താമസം തുടങ്ങിയവ കണക്കിലെടുത്താണ് സമയപരിധി നീട്ടിയത്. പഠനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ചട്ടക്കൂടായി ദേശീയ വിദ്യാഭ്യാസ നയം മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മീഡിയ നെറ്റ്വർക്കിന്റെ വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യങ്ങൾ, ആധുനികവൽക്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ $81.04 ബില്യൺ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ തവണത്തേക്കാൾ 14% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷം ഇത് $71.28 ബില്യൺ ആയിരുന്നു. സേവന മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം എത്തിയത്. 19% ഈ മേഖല നൽകിയ സംഭാവന.
എറണാകുളത്തിനടുത്ത് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിൽ നിന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസാണ് ഇതിനായി രംഗത്തിറങ്ങുന്നത്. തീരത്തടിയുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട കളക്ടർമാർക്ക് നൽകും. സന്നദ്ധ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ കളക്ടർമാർ അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിലെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ 228 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 230 റൺസ് നേടി. നാളെ നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. 3ാം സ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് ആണ് ഇന്ത്യയ്ക്കായി മെഡൽ നേടിയത്. ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സംയോജിത സമീപനത്തിന്റെ ഭാഗമായി പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ലോകാരോഗ്യ അസംബ്ലിയിൽ ആവർത്തിച്ച് ഇന്ത്യ. ദേശീയ ആഗോള ആരോഗ്യ ചട്ടക്കൂടുകളിൽ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത രീതികൾ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി എടുത്തു പറയുകയും ചെയ്തു. India remains firmly committed to the goal of health for all and has successfully integrated traditional systems, Ayurveda, Yoga, Unani and Siddha into its public healthcare model, delivering holistic, equitable and affordable healthcare to millions. A testimony to our commitment is the hosting of the WHO Global Traditional Medicine Center in Jamnagar in Gujarat, established through India's collaboration with WHO to advance research, policy and innovation in traditional medicine. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ഈ മാസം 31 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയിൽ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ട്രെയിൻ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. കിഴക്കൻ വെള്ളം എത്തിയതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 2 പാടശേഖരങ്ങളിൽ മട വീണു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്പറായ 0471251865 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ +1 ഏകജാലക പ്രവേശനത്തിനായുള്ള അപേക്ഷകളിൽ ഓപ്ഷൻ ഉൾപ്പെടെ തിരുത്തലിന് അവസരം. ഇന്ന് വൈകിട്ട് 5 മണിവരെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിച്ച് കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി തിരുത്തൽ നടത്താം. ജൂൺ 2-നാണ് ആദ്യ അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അടുത്ത മാസം 7-നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ. ദുൽഖഅദ് 29 ഇന്നലെ ദുൽഹിജ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചില്ല എന്ന് ഖാസിമാർ അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന ഹജ്ജ് ക്യാമ്പ് ഇന്ന് രാത്രി സമാപിക്കും. തീർത്ഥാടകരുമായുള്ള അവസാന വിമാനം നാളെ പുലർച്ചെ 12:45 പുറപ്പെടും. നേവിയുടെ കപ്പലായ തരിണിയിൽ ലോക പര്യടനം നടത്തുന്ന സാഗർ പരിക്രമ സംഘത്തെ സ്വാഗതം ചെയ്യാനൊരുങ്ങി നാവികസേന. നാളെ സംഘം ഗോവൻ തീരത്തെത്തുമെന്ന് നാവികസേന അറിയിച്ചു. മർമഗോവ തുറമുഖത്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സായുധ സേനയ്ക്കുള്ള ആദരസൂചകമായി ആകാശവാണി ന്യൂസ് പരംവീർ ചക്ര എന്ന പരമ്പര അവതരിപ്പിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി 1962 നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പരംവീർ ചക്ര സുബേദാർ ജോഗീന്ദർ സിംഗിനെ ആദരസൂചകമായി സ്മരിക്കുന്നു. വടക്ക് കിഴക്കൻ പ്രവിശ്യയിലെ തവാങ് മേഖലയിൽ കരസേന പ്ലാറ്റൂണിനെ ധീരമായി നയിച്ച അദ്ദേഹം ചൈനീസ് ആക്രമണത്തെ ധീരമായി ചെറുത്തുനിന്നു. ഇന്ത്യൻ സേനയുടെ കനത്ത നാശനഷ്ടത്തെയും പരുക്കുകളെ അവഗണിച്ച് തീർത്ത പ്രതിരോധത്തിന്റെയും ആദരസൂചകമായി രാജ്യം അദ്ദേഹത്തിന് മരണാനന്തരം പരംവീർ ചക്ര നൽകി ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധം ആസൂത്രിത യുദ്ധതന്ത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി സെപ്റ്റംബർ 15 വരെ നീട്ടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ലോകാരോഗ്യ അസംബ്ലിയിൽ ആവർത്തിച്ച് ഇന്ത്യ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗുൽബീർ സിംഗിന് സ്വർണം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ക്വാളിഫയർ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.